നമസ്കാരം. സംസ്ഥാനത്ത് സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുകയാണ്. ഒരു പവൻ സ്വർണത്തിന് 880 രൂപയുടെ വർധനവാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. 69,760 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് ഇന്ന് വില നൽകിയത്. 1 ഗ്രാം സ്വർണത്തിന് 110 രൂപയുടെ വർധനവാണ് ഇന്നലെ ഉണ്ടായത്. 8,720 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന് ഇന്ന് നൽകേണ്ട വില എന്നതാണ് കൃത്യമായി പറയുന്ന ഒരു കാര്യം. 2 ദിവസത്തിനിടെ 1,960 രൂപയുടെ കുറവ് ഒരു പവൻ സ്വർണത്തിന് രേഖപ്പെടുത്തിയിരുന്നു. അന്താരാഷ്ട്ര വിപണിയിലെ സ്വർണ്ണ വില വർധനവ്, ഡോളറിന്റെ മൂല്യത്തിലുള്ള വ്യതിയാനം, പണപ്പെരുപ്പ ആശങ്കകൾ തുടങ്ങിയവയാണ് സ്വർണ്ണ വിലയിൽ മാറ്റം വരാനുള്ള പ്രധാന കാരണങ്ങൾ. കേരളത്തിൽ സ്വർണ്ണവില വർധനവുണ്ട്. ഗ്രാമിന് 110 രൂപയുടെ വർധനയാണ് ഉണ്ടായത്. 1 ഗ്രാം സ്വർണത്തിന്റെ വില 8,720 രൂപയാണ് വർദ്ധിച്ചു വന്നത്. പവന്റെ വില 880 രൂപ കൂടി ഇപ്പോൾ 69,760 രൂപയായി ഉയർന്നു. കഴിഞ്ഞ ദിവസം സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. പവന്റെ വിലയിൽ 1,560 രൂപയുടെ കുറവാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. 68,880 രൂപയാണ് പവന്റെ വില കുറഞ്ഞത്. ലോക വിപണിയിൽ തന്നെ സ്വർണ്ണ വിലയിൽ ഇടിവ് തുടരുകയാണ്. 6 മാസത്തിനിടെ ഒരാഴ്ചയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഇടിവാണ് സ്വർണത്തിന് രേഖപ്പെടുത്തിയത്. വെള്ളിയാഴ്ച സ്വർണ്ണവിലയിൽ ലോക വിപണിയിൽ 0.5% ഇടിവാണ് സംഭവിച്ചത്. കരുത്തോടെ തിരിച്ചു കയറി സംസ്ഥാനത്തെ സ്വർണ്ണവില ഇരിക്കുന്നു. ഇന്നലെ പവന് 880 രൂപയും ഗ്രാമിന് 110 രൂപയുമായിരുന്നു വില ഉയർന്നത്. ഇന്നലെ 1 പവൻ സ്വർണത്തിന് 69,760 രൂപയായി കൂടിയിട്ടുണ്ടായിരുന്നു. ഗ്രാമിന് 8,610 രൂപയായി കൂടിയതായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ 1 പവന് ഏകദേശം 75,000 രൂപയാണ് വില നൽകേണ്ടത്. GST 3%, പണിക്കൂലി 5%, ഹോൾമാർക്കിംഗ് ചാർജ് എന്നിവ കണക്കാക്കുമ്പോഴാണ് ഈ വില പറയുന്നത്. ഇന്നലേക്ക് മുൻപേ കേരളത്തിൽ സ്വർണ്ണവിലയിൽ പവന് 1,560 രൂപയുടെയും ഗ്രാമിന് 195 രൂപയുടെയും കുറവുണ്ടായിരുന്നു. വലിയ കുറവ് തന്നെയാണ് 2 ദിവസം മുമ്പ് സ്വർണത്തിന് കേരളത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. 68,000 രൂപയായിരുന്നു സ്വർണത്തിന്റെ വില എന്നത് ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്നതായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ ഒറ്റയടിക്ക് 1,000-ൽ കൂടുതൽ കൂടി നിൽക്കുന്നത്. ഇപ്പോൾ 70,000 തൊടാനായി നിൽക്കുന്നുണ്ട്. എന്നാൽ 70,000 കടന്നിട്ടില്ല എന്നത് ചെറിയൊരു സന്തോഷ വാർത്തയും ആശ്വാസ വാർത്തയും തന്നെയാണ്. ഗ്രാമിന് 8,610 രൂപയായിരുന്നു മുൻപേ ഉണ്ടായിരുന്നത്. ഇത് ഈ മാസത്തെ താഴ്ന്ന നിരക്കാണ്. മെയിലെ ഉയർന്ന നിരക്കിലേക്ക് സ്വർണം എത്തിയത് ഈ മാസം 8-ാം തീയതി രാവിലെയാണ്. അന്ന് പവന് രൂപ ഗ്രാമിന് 9,130 രൂപയായിരുന്നു. വില നിലവാരം അങ്ങനെയാണ്. സംസ്ഥാനത്ത് ഇന്നത്തെ സ്വർണ്ണവില കുറഞ്ഞതോടെ വിൽപ്പന വർദ്ധിച്ചിരുന്നതായി വ്യാപാരികൾ തന്നെ പറയുന്നുണ്ടായിരുന്നു. ജ്വല്ലറികൾ നൽകുന്ന സ്കീമുകൾ പ്രയോജനപ്പെടുത്തുന്നവരുടെ എണ്ണം കൂടി വരുന്ന പ്രവണതയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. അഡ്വാൻസ് ബുക്കിംഗിൽ പണിക്കൂലി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും പല ജ്വല്ലറികളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സമീപകാലത്തായി സ്വർണ്ണവില ഉയർന്നു നിന്നതോടെ NBFC-കൾ അടക്കം സംസ്ഥാനത്തെ സ്വർണ്ണപ്പണയ വായ്പ നൽകുന്ന സ്ഥാപനങ്ങളുടെ ബിസിനസ് വോളിയത്തിലും വർധനവുണ്ടായിരുന്നു. രാജ്യാന്തര വിലയിലുണ്ടായ തിരിച്ചുകയറ്റമാണ് ഇന്ന് കേരളം ഉൾപ്പെടെയുള്ള ആഭ്യന്തര വിപണികളിലും സ്വർണ്ണവില ഉയരാനുണ്ടായ കാരണം. നിലവിൽ ആഗോള സ്വർണ്ണവില ട്രോയ് ഔൺസിന് $3,216.7 എന്നതാണ് നിലവാരം. ഇന്നലെ വില $3,100 നിലവാരത്തിലേക്ക് താഴ്ന്നതിന് ശേഷമാണ് പിന്നീട് തിരിച്ച് കയറ്റമുണ്ടായത്. താഴെ നിലകളിൽ സ്വർണത്തിന് ഡിമാൻഡ് വർദ്ധിക്കുന്ന പ്രവണത ഒരിക്കൽ കൂടി ഇത്തരത്തിൽ ആവർത്തിച്ചിരിക്കുകയാണെന്ന് പറയാം.